അഹമ്മദാബാദ് വിമാന അപകടം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ എഐസാറ്റ്സിലെ ജീവനക്കാർ ഗുരുഗ്രാമിലെ ഓഫീസിൽ പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ 4 മുതിർന്ന ജീവനക്കാരെ പുറത്താക്കി. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവുമധികം ഭീതിജനകമായ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. അതിന്റെ തീവ്രത ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി DNA സാമ്പിളുകളടക്കം പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല, അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അങ്ങനൊരു അവസരത്തിലാണ് വിമാന ജീവനക്കാർക്ക് പോലും പേരുദോഷവും നാണക്കേടും ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. പാർട്ടിയിൽ ലുങ്കി ഡാൻസ് ഗാനത്തിനൊപ്പം ചുവടുവയ്ക്കുന്ന ജീവനക്കാരുടെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ് അപകടത്തിൽ മരിച്ചവരോടുള്ള ആദര സൂചകമായി എയർ ഇന്ത്യയും ടാറ്റ ഗ്രൂപ്പും സമൂഹ മാധ്യമങ്ങളിലടക്കം കറുപ്പ് നിറം അണിഞ്ഞതിനിടെയായിരുന്നു എഐസാറ്റ്സിലെ പാർട്ടി. ഗ്രൗണ്ട് കാർഗോ ഹാൻഡിംഗ് കമ്പനിയായ എഐസാറ്റ്സിൽ ടാറ്റയ്ക്കും സാറ്റ്സ് ലിമിറ്റഡ് കമ്പനിക്കും 50% വീതം ഓഹരിയാണുള്ളത്. പാർട്ടി നടന്ന സംഭവത്തിൽ എഐസാറ്റ്സ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ അന്വേഷണം എത്രയും വേഗം തുടങ്ങേണ്ടതായിരുന്നുവെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ടും നടപടികൾ ഇഴയുകയാണ്. അന്വേഷണം തുടങ്ങാൻ തടസ്സമായി നിന്നത് ഔദ്യോഗിക നടപടികളുടെയും ചട്ടങ്ങളുടെയും അവ്യക്തതകളാണ്. അന്വേഷണ സംഘത്തിന്റെ മേധാവി ആരെന്നതിലും അനിശ്ചിതത്വം നീണ്ടു നിൽക്കുന്നുണ്ട്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലാണ് മേധാവിയാകാനുള്ള അധികാരമെങ്കിലും DGയെ നിയമിച്ചിട്ടുള്ള ഉത്തരവുണ്ടായിട്ടില്ല. കൂടാതെ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ അന്വേഷണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ വ്യോമയാന അന്വേഷകന് നിരീക്ഷണ പദവി നൽകണമെന്ന് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആവശ്യം ഇന്ത്യ നിരസിക്കുകയും ചെയ്തു. ഈ ആഴ്ച ആദ്യമാണ് ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസി തങ്ങളുടെ വ്യോമയാന അന്വേഷകന്മാരിൽ ഒരാളെ ഇന്ത്യയിലെ അന്വേഷണത്തിൽ സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അസാധാരണമായ നടപടി സ്വീകരിച്ചത്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഐക്യരാഷ്ട്രസഭ വ്യോമയാന അന്വേഷണ സമിതിയുടെ ഈ ആവശ്യം നിരസിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2014 ഒരു മലേഷ്യൻ വിമാനം തകർന്നതും 2020 ഒരു ഉക്രൈനിയൻ ജെറ്റ് ലൈൻ തകർന്നതും പോലുള്ള ചില അന്വേഷണങ്ങളിൽ സഹായിക്കാൻ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മുൻപ് അന്വേഷകരെ വിന്യസിച്ചിരുന്നു. എല്ലാ ICAO പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് ഇന്ത്യ അന്വേഷണം നടത്തുന്നതെന്ന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. മിക്ക വിമാന അപകടം നടന്ന് ഏകദേശം 30 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രാഥമിക റിപ്പോർട്ട് ലഭിക്കുക എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിന്റെയും വിശകലനം നടക്കുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.